കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് ഉണ്ണിമോളും അയ്യപ്പസ്വാമിയും വാവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തമ്പുരുമോളെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗിരിദേവൻ പറഞ്ഞു 11 ദിവസം അവളുടെ ഭജന വിരിക്കുവാണെങ്കിൽ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഉണ്ണിമോള് പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഗിരിദേവ, അവൾ ഇന്ന് പോകുന്നാ പറഞ്ഞേ. അവളെ കൂട്ടിക്കൊണ്ട് ഇന്ന് അവളുടെ അച്ഛൻ പോകും. 11 ദിവസം ഭജന ഇരിക്കാൻ അവൾക്ക് പറ്റില്ല, അവളുടെ ഭജനം മുടങ്ങൂന്ന് പറയാ. ഇത് കേട്ടപ്പം ഗിരിദേവനും വാവരും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിക്കുകയോ ചെയ്തത്. പെട്ടെന്ന് അങ്ങോട്ട് രഘുവും തമ്പുരുമോളും കൂടെ അങ്ങോട്ട് വരുന്നേ. ഉണ്ണിമോളെ കണ്ടുകഴിഞ്ഞപ്പത്തിനും പറഞ്ഞു ഉണ്ണിമോളെ ഞങ്ങൾ പോകുക കേട്ടോ എന്ന് പറയാണ്. അല്ല 11 ദിവസം ഭജന ഇരുന്നാലേ ശബ്ദം തിരിച്ചു കിട്ടുള്ളൂ, അപ്പൊ തമ്പുരുമോളെയും കൊണ്ട് പോയാൽ എങ്ങനെ ശരിയാവണേന്ന് ചോദിക്കണം. പോവാതിരിക്കാൻ പറ്റില്ല ഗിരിദേവൻ, ഞങ്ങക്ക് അവിടെ ചെല്ലണം. ഇവളുടെ അമ്മ ആക്സിഡന്റ് പെട്ട് കിടക്കുവാന്ന് അറിയാലോ. ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം അതാണ്, അവളുടെ ജീവനാണ്. ഇനിയിപ്പോ എപ്പോഴെങ്കിലും വന്ന് ഇത് പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ പൂർത്തിയാക്കാം. ഇനിയിപ്പോ ഒരു 11 ദിവസം കൂടെ ചിലപ്പോൾ വന്ന് ഇരുന്നാൽ മതിയായിരിക്കണം. എന്താ ചെയ്യുന്നത് അറിയത്തില്ല, എന്തേലും ഒരു വഴി ദേവി കാണിച്ചു തരുമായിരിക്കും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു അല്ല നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ക്ഷേത്രം എന്നല്ലേ പറയണേ. അതിനിപ്പോ ക്ഷേത്രത്തിൽ ഇരിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ മനസ്സിൽ ദേവി ഉണ്ടായാലും മതി. ദൈവം നമ്മുടെ പ്രാർത്ഥന വെക്കും, ധൈര്യമായിട്ട് പൊക്കോ, ഒരു കുഴപ്പമോ സംഭവിക്കില്ലെന്ന് പറയണം. ഇപ്പം രഘുവാണ് ശരിയാ, ഉണ്ണിമോള് പറഞ്ഞ കാര്യം ശരിയാ. ഉണ്ണിമോളുടെ മുത്തശ്ശി പറഞ്ഞേക്കുന്ന കാര്യം ഉണ്ണിമോള് പറഞ്ഞേ. പക്ഷേങ്കിൽ എൻ്റെ മോളുടെ കാര്യത്തിൽ എത്രമാത്രം അത് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. ക്ഷേത്രത്തിൽ വന്ന് 11 ദിവസം ഇരുന്നാലോ എൻ്റെ മോൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുമെന്നല്ല പറഞ്ഞേ. കുഴപ്പമില്ല, ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോള് പറഞ്ഞു പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോ അങ്കളെ. എന്തിനാ പേടിക്കുന്നത്, ഇനി തമ്പുരുമോൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടും. തമ്പുരുമോൾ ഈ ക്ഷേത്രത്തിൽ വന്ന് പാടുകയും ചെയ്യുമെന്ന് പറയാം. രഘു പെട്ടെന്ന് പറഞ്ഞു ഉണ്ണിമോളുടെ നാവ് പൊന്നാവട്ടെ. ഉണ്ണിമോളെ കുറിച്ചൊക്കെ തിരുമേനി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ദേവിയുടെ തിരിഞ്ഞിരുന്ന വിഗ്രഹം ഉണ്ണിമോളുടെ അനുഗ്രഹം കൊണ്ട് തിരിഞ്ഞു വന്ന കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഉണ്ണിമോള് പറയുമ്പോൾ അത് വെറും വാക്കാവില്ല. ഉണ്ണിമോള് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ ദേവിയോടും അയ്യപ്പസ്വാമിയോടും എല്ലാവരോടും തമ്പുരുമോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. തമ്പുരുമോൾക്ക് സംസാരശേഷി ഉറപ്പായിട്ടും തിരിച്ചു കിട്ടുമെന്ന് പറയാം. ഈ വാക്കുകൾ കേട്ടപ്പം തമ്പുരുവിനും രഘുവിനും നല്ല ആശ്വാസം ഉണ്ടായി. രഘു പറഞ്ഞു ഉണ്ണിമോളുടെ നാവ് പൊന്നാകട്ടെ, എൻ്റെ മോൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടും. അങ്ങനെ തിരിച്ചു കിട്ടുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ ഗിരിദേവനെയും ഉണ്ണിമോളെയും കാണാനായിട്ട് വരും. എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് വരും. ആദ്യമായിട്ട് പാടുന്ന ഈ തിരുനടയെ വെച്ചായിരിക്കും മോൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയാലെന്ന് പറയാണ്. പിന്നീട് അവർ പോവാനായിട്ട് അങ്ങ് ഇറങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, തമ്പുരുമോള് ബാഗ് തുറക്കണം. ബാഗിനകത്തൊരു ബോക്സ് എടുത്തു. അതിനകത്ത് തലയിലിടുന്ന ഒരു ക്ലിപ്പ് ഇങ്ങോട്ട് എടുക്കുവാണ്. നല്ലൊരു ഗോൾഡൻ കളറുള്ള ക്ലിപ്പ്. അതെടുത്ത് നേരെ ഉണ്ണിമോൾക്ക് നീട്ടുക. ഇത് കണ്ടപ്പോൾ ഉണ്ണിമോൾ ഇതെന്താ, അപ്പൊ ഇത് വെച്ചോ എന്നുള്ള രീതിയിൽ തമ്പുരുമോൾ നീട്ടുവാണ്. ഇത് കണ്ടപ്പോൾ രഘു പറഞ്ഞു അത്ഭുതമായിരിക്കുന്നു. ഉണ്ണിമോളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്വന്തം അമ്മേനെ കൊണ്ട് പോലും ഇവളുടെ ഒരു സാധനത്തിനും തുടിപ്പിക്കില്ല, അങ്ങനെയുള്ള ഒരു ആളാണ്. ഇപ്പൊ ഉണ്ണിമോള് കണ്ടൊരു സമ്മാനം തന്നേക്കുന്നു. അത് ഇവൾക്ക് പ്രിയപ്പെട്ട സമ്മാനങ്ങളിൽ ഒന്ന്. ഇവളെ ഏറ്റവും പ്രിയപ്പെട്ടായിട്ട് ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലിപ്പാണത്. അത് ഉണ്ണിമോൾക്ക് തന്നല്ലോ, നല്ല കാര്യമാണെന്ന് പറയണം. തമ്പുരുമോളുടെ മുഖത്തൊരു ചിരിയുണ്ടായി. ഉണ്ണിമോൾ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുമ്പോഴത്തേനും തമ്പുരുമോൾ എന്ത് ചെയ്യും, ഉണ്ണിമോളോട് തിരിഞ്ഞു നിൽക്കാൻ പറയുവാണ്. എന്നിട്ട് ഉണ്ണിമോളുടെ മുടിയിലേക്ക് അതും കൂടെ ക്ലിപ്പും കൂടെ കുത്തി വെക്കുവാണ്. പിന്നീട് അന്ന് ശരി ഞങ്ങൾ പോട്ടെ എന്നുള്ള രീതിയിൽ തമ്പുരുമോൾ ടാറ്റ കൊടുക്കുകയാണ് ഉണ്ണിമോൾക്ക്. ഉണ്ണിമോളും തിരിച്ച് ടാറ്റ കൊടുത്തു. അപ്പം പിന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് രഘു മോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാ. ഈ കാഴ്ച കണ്ടപ്പോൾ ഉണ്ണിമോൾക്ക് സങ്കടം വന്നു. വേണ്ടായിരുന്നു, പാവം തമ്പുരുമോള്. തമ്പുരുമോള് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വന്നിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ പരിചയമുള്ളെങ്കിലും മുമ്പ് എങ്ങോ പരിചയമുള്ള പോലെ എനിക്ക് തോന്നുന്നേ. ഇത് അയ്യപ്പസ്വാമി പറഞ്ഞു വെറുതെ പറയല്ല ഉണ്ണിമോളെ, ഉണ്ണിമോൾക്ക് വിഷമമൊന്നുമില്ല, വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയാം. വെറുതെ ഗിരിജാവ ഇങ്ങനെ പറയരുത് കേട്ടോ, എനിക്ക് സത്യമായിട്ട് നല്ല സങ്കടമുണ്ടെന്ന് പറയാം. പിന്നെ സങ്കടമുണ്ട്, എന്നിട്ടാണ് ഉണ്ണിമോള് തമ്പുരുമോളെ പോകാൻ അനുവദിച്ചേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, അവളുടെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം. നല്ല കഥയെ ഉണ്ണിമോൾക്ക് പറയാൻ മേലായിരുന്നോ, ഞാനും മുത്തശ്ശിയും കൂടെ കൂടിയിട്ട് അവളെ നോക്കിയാളാന്ന്, ഭജന ഇരിക്കാൻ നേരത്ത് അവൾക്ക് കൂട്ടിരുന്നാളാന്ന്. ഉണ്ണിമോൾ അതെന്തുകൊണ്ട് പറഞ്ഞില്ല? അതെങ്ങനെ ഗിരിദേവൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരിന്റെ അച്ഛൻ സമ്മതിക്കുവോ? സമ്മതിക്കത്തില്ലല്ലോ. എനിക്ക് എന്നെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ നിർത്തുവും കൂടെ ഇല്ലല്ലോ എന്ന് പറയണേ. ഉണ്ണിമോള് ചോദിച്ചില്ല. ഉണ്ണിമോൾക്ക് വേണേ തമ്പുരുമോളെ രക്ഷിക്കായിരുന്നു. ഇപ്പൊ അവളുടെ അച്ഛനും കൂടി ചെന്നാ പോരെ, തമ്പുരുമോൾക്ക് കൂടെ ഭജന ഇരിക്കാലോ. പിന്നെ എന്തുകൊണ്ട് ഉണ്ണിമോള് പറഞ്ഞില്ല? നമ്മളെ സഹായിക്കാൻ, നമുക്ക് സഹായിക്കാൻ ഒരാളെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ സഹായിക്കുകയോ ചെയ്യണ്ടേ. പക്ഷെ ഉണ്ണിമോൾ ഇപ്പൊ അത് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഉണ്ണിമോൾക്ക് സ്നേഹമില്ലെന്ന്. ഉണ്ണിമോൾക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. ഉണ്ണിമോള് പറഞ്ഞു എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട്
ഉണ്ണിമോള് നേരെ ഓടുവാണ്. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാറൊക്കെ നിർത്തിയിട്ടിരിക്കുന്നിടത്ത് കാറിലേക്ക് കയറാൻ തുടങ്ങുക രഘുവും തമ്പുരും കൂടെ. പറയേ ഉണ്ണിമോള് വിളിക്കുകയാണ്, തമ്പുരുന്ന് വിളിക്കുകയാണ്. ഇത് കേട്ടതും രഘു തിരിഞ്ഞു വന്നു. എന്താ ഉണ്ണിമോളെ, എന്ത് പറ്റി, എന്താന്ന്, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, അതെ ഞാനേ മാമനോട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. എന്താ ഉണ്ണിമോളെ, പറഞ്ഞു. അതെ തമ്പുരുമോൾ ഇവിടെ ഭജന ഇരുന്നോട്ടെ, മാമൻ പൊക്കോളാൻ പറയണേ. അതെന്താ ഉണ്ണിമോളെ അങ്ങനെ പറഞ്ഞേ? ഞാൻ തമ്പുരുമോളെ നോക്കിക്കോളാം, ഞാനും മുത്തശ്ശി ഉണ്ടല്ലോ, ഞങ്ങൾ നോക്കിയാ പോരെ, തമ്പുരുമോൾക്ക് ഇവിടെ ഭജന പൂർത്തിയാക്കാൻ പറ്റും. തമ്പുരുമോൾക്ക് സംസാരശേഷിയും തിരിച്ചു കിട്ടില്ലെന്ന് ചോദിക്കുകയാണേ. അതൊന്നും ശരിയാവത്തില്ല, ഇപ്പോൾ ഈ പോണമെന്ന് പറഞ്ഞാൽ മനസ്സുണ്ടായിട്ടല്ല, പക്ഷെ എൻ്റെ ഭാര്യ, ഇവളുടെ അമ്മ അവിടെ വയ്യാതെ കിടക്കുക. അപ്പൊ ഈ സമയത്ത് പോകാതിരിക്കാൻ പറ്റില്ല, അത്ര അർജന്റ് ആയതുകൊണ്ടാ പോണേന്ന് പറയാ. സാരമില്ല ഉണ്ണിമോളെ, ഉണ്ണിമോള് പൊക്കോ, ഇവളവിടെ വീട്ടിൽ പോയെന്നാണ് ഭജന ഇരുന്നോളെന്ന് പറയാ. അത് വേണ്ട മാമ, ഞാൻ നോക്കിക്കോളാം. ഇല്ല, ഞാൻ ഇവിടെ ഇന്ന് വരെ പിരിഞ്ഞു നിന്നിട്ടില്ല ഉണ്ണിമോളെ, ഉണ്ണിമോൾക്ക് അറിയാലോ എനിക്ക് അത്രയ്ക്ക് സ്നേഹമാ. ഇവൾ അടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇവളെ നിങ്ങൾ അടുത്താക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? ഉണ്ണിമോള് അതിനെന്തിനാ പേടിക്കണേ, ഞാനുണ്ട്, ഗിരിദേവനുണ്ട്, വാവയുണ്ട്, പിന്നെ മുത്തശ്ശി എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എന്താ മാമന് വിഷമെന്ന് ചോദിക്കണം. അതൊന്നും അല്ല, എനിക്കറിയാം ഉണ്ണിമോൾക്ക് ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉള്ള കുട്ടിയാണെന്നും എനിക്കറിയാം. പക്ഷെ ഒരു പക്ഷേ വേണ്ട മാമ, ഇതേ ഗിരിദേവനുണ്ടല്ലോ, മാമൻ വിചാരിക്കുന്ന പോലും അല്ല, ഗിരിദേവന് കുറെ അത്ഭുത ശക്തിയൊക്കെ ഉണ്ടെന്നാ മുത്തശ്ശി പറയുന്നത്. മുത്തശ്ശി പറയുന്നത് മാത്രമല്ല, അത് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് മാമൻ ധൈര്യമായിട്ട് എൻ്റെ കൂടെ വിട്ടു, ഒന്നും സംഭവിക്കില്ലെന്ന് പറയാം. അവസാനം മനസ്സില്ലാ മനസ്സോടെ രഘു ഉണ്ണിമോളുടെ കൂടെ വിടുവാണ്. എന്നാൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടേ ആക്കാന്ന് പറയാം. വേണ്ട, ഞങ്ങൾ രണ്ടും പൊക്കോളാം, മാമൻ എത്രയും പെട്ടെന്ന് പൊക്കോ. അങ്ങനെ പെട്ടെന്നല്ല, അവിടെ ആന്റി തനിച്ചല്ലേ ഉള്ളൂ, അങ്ങോട്ട് ചെല്ലാൻ പറയാണ്. ഈ സമയത്ത് അയാൾ വന്ന് നിൽപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്കെല്ലാം അയാളെ കാണിക്കുന്നുണ്ട് നമ്മുടെ ആ ചാത്തനെ. അയാൾ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഈ ക്ഷേത്രത്തിനകത്തുനിന്ന് പുറത്ത് കടന്നിട്ട് വേണം തമ്പുരുമോളെ ഇല്ലാതാക്കാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി തക്കം പാർത്തായാലും ക്ഷേത്രത്തിന് പുറത്തു നിൽക്കുക. ഇടയ്ക്ക് തമ്പുരുമോളെ വിളിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അനുപമ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ആ സമയത്ത് അഖിൽമോനും അടുത്തുണ്ട്. അപ്പൊ അഖിൽമോനും ഉള്ളാസ് പാലൊക്കെ ആയിട്ട് മിനി അങ്ങോട്ട് വരുവാണ്. നീ എന്തിരിപ്പ അനുപമ ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. പിന്നീട് പാല് കൊച്ചിനെ കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ കുടിക്കുക അഖിൽമോനെന്ന് പറയണ. വേണ്ട, അതെങ്ങനെയാ ശരിയാവുന്നേ, ഇത് കുടിക്കുക. അല്ല, എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്ന് പറയാം. അച്ഛൻ വരുമല്ലോ. വേണ്ട, അച്ഛൻ വരട്ടെ, അച്ഛനോട് ഞാൻ കുറേ ടോയ്സൊക്കെ എനിക്ക് വാങ്ങിച്ചോണ്ട് തരാൻ പറയും. എനിക്ക് പുറത്ത് പോകണം, അച്ഛൻ്റെ കൂടെ കടയിൽ പോയി ഫുഡൊക്കെ കഴിക്കണമെന്ന് പറയാം. എല്ലാം നടക്കും, അച്ഛൻ വരട്ടെ. മോൻ ഇത് കുടിക്കാൻ പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. നീ എന്തിരിപ്പ അനുപമ ഇങ്ങനെ, ഇതിപ്പോ രാജീവേണ്ണ ഒന്നും വിളിച്ചില്ലെന്ന് ഓർത്തോണ്ട് നീ ഇത് ടെൻഷൻ അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോന്ന് ചോദിക്കുക. എന്നാലും രാജീവേണ്ണ അറിയാം എനിക്ക് രാജീവേണ്ണ ഒരു കോള് കണ്ടില്ല ഇരിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം. ഒരു ദിവസമെങ്കിലും വിളിച്ചില്ല എനിക്ക് സമാധാനം കിട്ടില്ലെന്ന്. എന്നിട്ട് രാജീവേണ്ണ എന്നെ വിളിക്കാതിരിക്കുന്നേ പറയാണ്. അല്ല, രാജീവിനെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, വല്ല ഫോൺ വല്ലതും കളഞ്ഞു പോയിട്ടുണ്ടോന്ന് അറിയില്ലോ. എന്നാലും എനിക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും ഗോവയെ രാജീവേട്ടൻ, ഒരു പൈസ പോലും ഇല്ലാതെ പോയ രാജീവേട്ടൻ എങ്ങനെയാ ചേച്ചി ഗോവയെ ചെല്ലുന്നേ? അവിടെ ചെന്നാലും പണം വേണ്ടേന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെ പറ്റിക്കുകയല്ല രാജീവേട്ടൻ, എനിക്കത് ഉറപ്പുണ്ടെന്ന് പറയാം. ഈ സമയത്താണ് ജയൻ അങ്ങോട്ട് കടന്നു വരുന്നത്. ജയനെ കണ്ടപ്പോഴത്തേനും മിനി ചോദിച്ചു, എന്തെങ്കിലും വിവരം കിട്ടിയോ ചേട്ടാന്ന് ചോദിക്കുകയാണ്. എന്ത് വിവരം കിട്ടാൻ? അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയില്ലെന്ന് പറയാണ്. മുമ്പത്തെ പോലെ തന്നെ ഇതുവരെയായിട്ട് ഫോണൊന്നും ഓണായിട്ടില്ലെന്ന് പറയാം. ഈ സമയം മിനി പറഞ്ഞു, ഇനിയിപ്പം സത്യനാഥ ആ പുള്ളിക്കാരനെ അന്വേഷിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഒരു വിവരം കിട്ടിയിട്ടില്ല. അതിനർത്ഥം എന്താ? എവിടെയായാലും ചിലപ്പം വിളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണല്ലോ. അല്ല, ഇത് കേട്ടപ്പോൾ അനു പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയുണ്ടോ? വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഫോൺ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നോ ആരുടെയും കയ്യിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറയാമല്ലേ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ ഒരു കോൾ ഇതുവരെയായിട്ടും വന്നില്ലല്ലോ ചേച്ചി, ഞാൻ എന്താ വിചാരിക്കണ്ടേ? എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് മിനി ഇരുന്ന് കരയുവാണ്. ജയൻ പറഞ്ഞു, നീ കരയാതെ, മിനിയല്ല സോറി അനുപമ ഇരുന്ന് കരയുവാണ്. നീ കരയാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുവാണ്. ഈ സമയത്ത് രാജീവൻ ഇങ്ങനെ ഓടുവാണ്. റോഡിൽ ഒരു ബാഗൊക്കെ ഉണ്ട് കയ്യില്, ഒരു കയ്യിലുമുണ്ടൊക്കെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് റോഡിലേക്ക് നിന്നിട്ട് ആദ്യം ഒരു സ്കൂട്ടി വന്നു, അതിന് കൈ കാണിച്ച് നിർത്തിയില്ല. പിന്നീട് ജീപ്പ് വന്നു, അത് നിർത്തിയില്ല. 2-3 വണ്ടിക്ക് കൈ കാണിച്ച് ആരും നിർത്തില്ല. പിന്നീട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഒരു ചുമന്ന കളറുള്ള ഒരു സ്കോർപ്പിയോ അങ്ങോട്ട് വരുവാണ്. ഇത് കണ്ടതും രാജീവൻ ഓടുവാണ് കാട്ടിലേക്ക്. ചുറ്റും കാടാണ്, കാട്ടിലേക്ക് കയറി ഓടുവാണ്. അപ്പൊ ഈ വണ്ടിയിലുള്ള ആൾക്കാർ പിടിക്കടാ അവനെ വെറുതെ വിട്ടുകൂടാ, നമ്മളോട് അവന്റെ കളി എന്ന് പറഞ്ഞ് കുറെ ഗുണ്ടകൾ രാജുവിന്റെ പുറകെ. രാജീവൻ പ്രാണരക്ഷാർത്ഥം ബാഗും തൂക്കി ഓടും. കുറെ ഓടിക്കഴിഞ്ഞപ്പോ ഇവന്മാര് പുറകെ വരുക. അങ്ങനെ കുറെ കണ്ണു മേടിച്ച് രാജീവൻ ഓടിയിട്ട് ഒരു പൊന്തക്കാട്ടിലേക്ക് മറിഞ്ഞിരിക്കുക. അപ്പൊ അവന്മാര് വന്ന് നോക്കിയിട്ട് രാജീവനെ കാണുന്നില്ല. അവൻ രക്ഷപ്പെട്ടെന്നാ തോന്നുന്നത്. എങ്ങോട്ട് രക്ഷപ്പെടാനാ? അധികം വൈകാതെ നമ്മുടെ പിടിയിലവൻ വരും. അവനെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ എന്ത് ചെയ്യണം, അങ്ങോട്ട് തിരിച്ചു പോവാണ്.
ഈ സമയത്ത് രാജുവും പതുക്കെ പള്ളക്കാട്ടിന് വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്വാസം പോലും കിട്ടുന്നില്ല. അമ്മാതിരെ ഓട്ടോ ഓടിയത് ബായും കൈ പിടിച്ചു. അപ്പൊ എന്തോ കാര്യമായിട്ട് രാജുവിന് സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് മിനി പറയാണ്, നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ രേഖാമൂലം. ഇനിയിപ്പോ രേഖാമൂലം കംപ്ലൈന്റ് കൊടുക്കാത്തോണ്ടാണോ ഇനിയിപ്പോ അന്വേഷണം ഇങ്ങനെ നിൽക്കുന്നത്? ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, നീ എന്തൊക്കെയാ പറയണേ? DYSP അന്വേഷിച്ച കാര്യമാണ്. ഇപ്പൊ രഹസ്യമായിട്ടുള്ള അന്വേഷിച്ച കാര്യമല്ലേ? ഇപ്പൊ രേഖാമൂലം പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവരിങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാന്ന് പറയാണ്. അല്ലെങ്കിൽ മിനി പറഞ്ഞു, എനിക്കൊരു മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താ എന്ത് കാര്യമെന്ന്? അനുപമയ്ക്ക് ഭയങ്കര പെട്ടെന്നൊരു ആകാംക്ഷയെ. ഇനി ഇപ്പൊ രക്ഷിക്കാനായിട്ട് ഒരാൾക്കേ പറ്റുള്ളൂ എന്ന് പറയാ. പോലീസിനെ കൊണ്ട് പോലും സാധിച്ചില്ല. അല്ല, എന്ത് ചെയ്യാനാ പ്ലാൻ? അതെ, ഇനിയിപ്പോ ഗിരിദേവനുണ്ടല്ലോ, ഗിരിദേവന്റെ അടുത്ത് നിന്ന് കാര്യം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അവന് രക്ഷിക്കാൻ പറ്റുമെന്ന് പറയണം. അനുഭവിച്ച് ഗിരിദേവനോ? അതെ. അല്ല, അഖിൽമോനെ കാണാതെ പോയപ്പോ ഗിരിദേവനല്ലേ രക്ഷിച്ചേ? അത് മാത്രമല്ല, അവൻ എന്തൊക്കെയോ അത്ഭുതസിദ്ധികളുണ്ടെന്ന് തോന്നുന്നേ. പല അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചതൊക്കെ അവനല്ലേ. അവനോട് പോയി കാര്യം പറഞ്ഞാൽ അവന് രക്ഷിക്കാൻ പറ്റുമായിരിക്കും. അല്ല, ഇപ്പൊ ഗിരിദേവൻ എവിടെ പോയി? അവനാ അയ്യപ്പ ക്ഷേത്രത്തിൽ കാണുമായിരിക്കും. അവിടെ പോയാൽ ഗിരിദേവനെ കാണാൻ പറ്റും. ഇനി അവനെ കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഒന്നുമല്ലെങ്കിലും രാജീവൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു തരാനെങ്കിലും പറ്റും. കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ രാജീവനെ രക്ഷിക്കാനായിട്ട് ഗിരിദേവനോട് അപേക്ഷിച്ചാൽ മതി. ഗിരിദേവൻ രക്ഷിക്കുമെന്ന് പറയണം. അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അനുഭവം പറഞ്ഞു, അതാണ് ഞാൻ പോയിട്ട് വരാൻ ചേച്ചി. അഖിൽ മോൻ ഇവിടെ ഇരിക്കണം കേട്ടോ, അമ്മ പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് പോവുകയാണ്. ഗിരിദേവന്റെ കാല് പിടിച്ചിട്ട് തന്റെ രാജീവേട്ടനെ എവിടെ ഒന്ന് കണ്ടെത്തണം, തനിക്ക് തന്റെ രാജീവേട്ടനെ വേണം. ആ ഒരു ഉറച്ച തീരുമാനത്തോടെ അനുപമ പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.